നമസ്കാരം സുഹൃത്തുക്കളെ, ഞാൻ ജാബിർ വരിക്കോടൽ. നിങ്ങൾ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഓപ്ഷൻ കണ്ടീഷൻ ആവും, അഥവാ ആൾട്ടേഡ് കണ്ടന്റ് ആണോ എന്ന് ചോദിക്കുന്ന രീതിയിൽ അതിൽ 2 ഓപ്ഷനും കൊടുത്തിട്ടുണ്ടാവും, യെസ് അല്ലെങ്കിൽ നോ എന്നുള്ളത്. ഇവിടെ പലർക്കും കൺഫ്യൂസ് ആകുന്ന ഒരു കാര്യമാണ് ഇവിടെ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ യൂട്യൂബിൻ്റെ ആൾട്ടേഡ് കണ്ടന്റുമായി ബന്ധപ്പെട്ട വിശദീകരണമാണ് നൽകുന്നത്. വീഡിയോ മുഴുവനായിട്ട് കാണുക. അതേ രീതിയിൽ തന്നെ ഇത്തരത്തിലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുത്തോ, അറിയാത്തവർ അറിഞ്ഞിരിക്കട്ടെ. ഇതുവരെ ഇങ്ങനെ ഒരു കാര്യം അറിയില്ലല്ലോ ബ്രോ, പറഞ്ഞതിന് താങ്ക്സ് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നവർ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ ആദ്യമായി എന്താണ് ആൾട്ടേഡ് കണ്ടന്റ് എന്നുള്ളത് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കി കഴിഞ്ഞാലാണ് ഈ ഓപ്ഷൻ നമുക്ക് ഏത് രീതിയിലാണ് സെലക്ട് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാവുകയുള്ളൂ. ആൾട്ടേഡ് കണ്ടന്റ് എന്നുകൊണ്ട് യൂട്യൂബ് ഉദ്ദേശിക്കുന്നത് ആക്ച്വൽ ആയിട്ടുള്ളാത്ത ഒരു കാര്യം നിങ്ങൾ ആക്ച്വലായി നടക്കുന്ന രീതിയിൽ ചെയ്യുന്നുണ്ടോ, അതിനെയാണ് ആൾട്ടേഡ് കണ്ടന്റ് എന്ന് പറയുന്നത്. വിശദീകരിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് ഇത് കൃത്യമായിട്ട് മനസ്സിലാവും. ചുരുക്കമായിട്ട് പറയുന്നത് ആക്ച്വൽ ആയിട്ടുള്ളൊരു കാര്യത്തെ അല്ലെങ്കിൽ ആക്ച്വൽ അല്ലാത്തൊരു കാര്യത്തെ ആക്ച്വലായിട്ട് കാണിക്കുന്ന രീതിയിലുള്ള ഒരു ക്ലിപ്പ്, അതല്ലെങ്കിൽ ഒരു വോയിസ്, അതല്ലെങ്കിൽ ഒരു പോസ്റ്റ്, അങ്ങനെയാണ് യൂട്യൂബ് വീഡിയോ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള വീഡിയോകൾ ചെയ്യുമ്പോൾ അത് ആൾട്ടേഡ് ഭാഗത്തിൽ പെട്ടതാണോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ അവിടെ നിശ്ചയിക്കണം. അങ്ങനെ നിശ്ചയിച്ചിട്ടില്ല എങ്കിൽ യൂട്യൂബ് തന്നെ പറയുന്നത് ഒരുപക്ഷെ നിങ്ങളുടെ ചാനൽ ടെർമിനേറ്റ് ആവാൻ വരെ സാധ്യതയുണ്ട് എന്നാണ്. മോണിറ്റൈസേഷനുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു ടൂൾ കൂടിയാണ്, അല്ലെങ്കിൽ ഒരു ഓപ്ഷൻ കൂടിയാണ് ആൾട്ടേഡ് കണ്ടന്റ് എന്നുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ആൾട്ടേഡ് കണ്ടന്റ് എന്നുള്ളതിൻ്റെ ചുരുക്കമായിട്ടുള്ള കാരണം അങ്ങനെയാണെങ്കിലും അത് വിശദീകരിച്ച് പറയുകയാണെങ്കിൽ, നിങ്ങളിപ്പോൾ ഉദാഹരണത്തിന് ഒരു വ്യക്തി സ്ട്രീറ്റിലൂടെ ഓടുന്നു, അത് തീർച്ചയായും ആക്ച്വലായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ അങ്ങനെ ഒരു കാര്യം സംഭവിച്ചിട്ടുമില്ല. അതിന് നിങ്ങൾ AI ഉപയോഗിച്ച് ജനറേറ്റ് ചെയ്ത ഒരു വീഡിയോ അത്തരത്തിൽ നിങ്ങൾ പോസ്റ്റ് ചെയ്യുകയാണ്. അഥവാ നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്ട്രീറ്റിലൂടെ ഒരാൾ ഓടുന്നു, അത് ഓടുന്നത് മറ്റേതെങ്കിലും അപകടമായ രീതിയിലായിരിക്കാം, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള വ്യത്യസ്തമായ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടുള്ള ഒരു ഓട്ടമോ ചാട്ടമോ എന്തും ആയിക്കോട്ടെ, ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു എന്ന് മാത്രം. അതുമല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി മോദിജി ഒരു സ്ട്രീറ്റ് ഡാൻസ് നടത്തുകയാണ്. അതൊരിക്കലും സാധ്യതയില്ലാത്ത ഒന്നാണ്. പക്ഷേ അതിനെക്കുറിച്ച് അറിവില്ലാത്തവർക്ക് അത് കണ്ടു കഴിഞ്ഞാൽ ഒരു പക്ഷേ അങ്ങനെ മുമ്പെങ്കിലും ചെയ്തിട്ടുണ്ട് എന്ന് തോന്നിപ്പോകും. അങ്ങനെയുള്ള വീഡിയോകളും പടച്ചുവിടുന്ന പല ആളുകളുമുണ്ട്. ഞാൻ അതിലേക്കല്ല വരുന്നത്. അങ്ങനെ ആക്ച്വലായിട്ട് ഒരാൾ ചെയ്യാൻ സാധ്യതയുള്ളതും എന്നാൽ അങ്ങനെ ചെയ്തിട്ടില്ലാത്തതുമായ വീഡിയോ, അത് ഒരു വ്യക്തി എന്ന് മാത്രമല്ല എന്ത് കാര്യവുമായിക്കോട്ടെ, ആക്ച്വലായിട്ട് അങ്ങനെ സംഭവിച്ചു. ഇപ്പോൾ ഒരു പ്രളയം വരികയാണ്, അങ്ങനെ പ്രളയം വരാൻ സാധ്യതയുണ്ട്, പക്ഷേ അങ്ങനെ ഒരു പ്രളയം ഇതുവരെ വന്നിട്ടില്ല. അങ്ങനെയുള്ള വീഡിയോ ആണ് നിങ്ങളുടെ കണ്ടന്റ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഉദാഹരണത്തിന് നിങ്ങൾ അത്തരത്തിലുള്ള എക്സ്പ്ലെയിൻ വീഡിയോ ആണ് ചെയ്യുന്നത്, പക്ഷേ അതിൽ നിങ്ങൾ ഇങ്ങനെയുള്ള കണ്ടന്റുകൾ ഉപയോഗിച്ചു. അല്ലെങ്കിൽ ഒരു പ്ലേസ്, ഒരു ഗ്രൗണ്ടിൽ ഒരു ക്രിക്കറ്റ് മാച്ച് നടക്കുകയാണ്, അതിനിടയിൽ ഒരു സെലിബ്രിറ്റി അവിടെ നിന്ന് സെൽഫി എടുക്കുന്നു, അങ്ങനെയുള്ള വീഡിയോകൾ നിങ്ങൾ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടാവും. പക്ഷേ അതൊക്കെ ആക്ച്വലായിട്ട് സംഭവിക്കാൻ സാധ്യതയുള്ളതാണ്. ആളുകൾ കണ്ടു കഴിഞ്ഞാൽ, അങ്ങനെ ഒരു വീഡിയോ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആളുകൾ അത് കണ്ടു കഴിഞ്ഞാൽ ഒരു പക്ഷേ വിശ്വസിച്ചു പോകും അങ്ങനെ നടന്നിട്ടുണ്ട് എന്നുള്ളത്. പക്ഷേ അങ്ങനെയൊന്നും നടന്നിട്ടുമില്ല. അങ്ങനെയുള്ള ആൾട്ടർനേറ്റ് ആയിട്ടുള്ള കണ്ടന്റുകൾ നിങ്ങൾ വീഡിയോയിൽ ചെയ്യുകയാണെങ്കിൽ അതിന് നിങ്ങൾ യെസ് എന്നുള്ളത് സെലക്ട് ചെയ്യണം. യെസ് നോയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ആൾട്ടർനേറ്റഡ് കണ്ടന്റ് ആണോ അല്ലയോ എന്നുള്ളത് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഏതൊക്കെയാണ് ആൾട്ടർനേറ്റ് കണ്ടന്റിൽ വരുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് അതിൻ്റെ ആ ഓപ്ഷന് താഴെ തന്നെ സീമോർ എന്നുള്ളത് നൽകിക്കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് കാണിക്കും ഏതൊക്കെ രീതിയിലുള്ളതാണ് ഇതിൽ വരുന്നത്, ഏതൊക്കെ രീതിയിൽ വരാത്തത് എന്നുള്ളത് കൃത്യമായിട്ട് അവിടെ നൽകിയിട്ടുണ്ട്. ഞാനിപ്പോൾ പറഞ്ഞ എക്സാമ്പിൾ പോലെ തന്നെ പല എക്സാമ്പിളും നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. ഇനി അതുപോലെ മറ്റൊരു എക്സാമ്പിൾ കൂടി പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യമാണ് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോ ചെയ്യുന്നതെന്ന് ഉദ്ദേശിക്കുക. അപ്പോൾ അവിടെ നിങ്ങൾ പല രീതിയിലുള്ള ബോംബ് ബ്ലാസ്റ്റിൻ്റെയോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഈ റോക്കറ്റുകൾ വിക്ഷേപിക്കുന്നതോ അതല്ലെങ്കിൽ ഫ്ലൈറ്റുകൾ പറന്നു പോകുന്നതോ അങ്ങനെയുള്ള പലതും നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ കാണിക്കുന്നുണ്ടാവും. ആക്ച്വലായിട്ടൊരു നാട്ടിൽ വീഴുന്നതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ബാക്ക്ഗ്രൗണ്ടിൽ അങ്ങനെയുള്ള എഫക്റ്റുകളൊക്കെ നൽകിയിട്ടുണ്ടാവും. അത് ഈ ഒരു വിഭാഗത്തിൽ പെടുകയില്ല. അതിന് നിങ്ങൾക്ക് അങ്ങനെയുള്ള കണ്ടന്റുകളാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത് എങ്കിൽ നിങ്ങൾക്ക് നോ തന്നെ ചെയ്യാം, യെസ് നൽകേണ്ടതില്ല. അതേസമയം നിങ്ങൾ ഒരു രാജ്യത്തെ തകർക്കുന്ന അല്ലെങ്കിൽ നാടിനെ തകർക്കുന്ന രീതിയിലുള്ള വീഡിയോയുടെ AI കൊണ്ട് നിർമ്മിച്ച ഒരു വീഡിയോ ആണ് നിങ്ങൾ നൽകുന്നത്, അതല്ലെങ്കിൽ AIയിലൂടെ മറ്റൊരു ഏതെങ്കിലും ഒരു വ്യക്തി ആക്ച്വലായി അങ്ങനെ ചെയ്യാൻ സാധ്യതയുണ്ട്, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ, പക്ഷേ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത ആ വീഡിയോയിൽ കാണിച്ചതുപോലെ അങ്ങനെ ഒരാൾ ചെയ്തിട്ടുമില്ല. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ചെയ്യാൻ സാധ്യതയുള്ളത് ചെയ്യാത്തൊരു വീഡിയോ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത് ആൾട്ടേഡ് ആയിട്ടുള്ള കണ്ടന്റിലേക്ക് വരും. അപ്പോൾ അതുകൊണ്ട് അതിന് യെസ് എന്നുള്ളത് സെലക്ട് ചെയ്യണം. അല്ലാത്ത പക്ഷം നേരത്തെ പറഞ്ഞതുപോലെ ആ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങളിപ്പോൾ ഒരു വാഹനം ഓടിക്കുന്നതാണ് കാണുന്നത്, ഒരു കാറ് ഓടിച്ചു പോകുന്നത് കാണുന്നത്, അല്ലെങ്കിൽ ഒരു ബൈക്കിൻ്റെ റിവ്യൂ ആണ് നിങ്ങൾ കാണിക്കുന്നത് എങ്കിൽ ആക്ച്വലായിട്ട് നിങ്ങൾ ഷൂട്ട് ചെയ്യുന്നതല്ല ഞാൻ പറയുന്നത്. അതല്ലാതെ AI ജനറേറ്റഡ് ആയിട്ടുള്ള പല വീഡിയോകളും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഒരു ഫോണിൻ്റെ റിവ്യൂ ചെയ്യുകയാണെങ്കിൽ തന്നെ ഏതെങ്കിലുമൊക്കെ പോസ്റ്റ് എടുത്തുകൊണ്ടോ അതല്ലെങ്കിൽ
ജനറേറ്റ് ആയിട്ടുള്ള വീഡിയോകളുടെയൊക്കെ എടുത്തുകൊണ്ട് നിങ്ങൾ കാണിക്കുകയാണെങ്കിൽ അതിനും നിങ്ങൾ ഇത്തരത്തിൽ പറഞ്ഞ യെസ് തന്നെ നൽകണം, നോ എന്നുള്ളതല്ല നൽകേണ്ടത്. നേരെ മറിച്ച് നിങ്ങളുടെ വീഡിയോ നിങ്ങൾ കളർ ഗ്രേഡ് ചെയ്തിരിക്കുകയാണ്, അതിന് നിങ്ങൾക്ക് ബ്ലർ കൊടുത്തിട്ടുണ്ട്, അതല്ലെങ്കിൽ ഫിൽറ്റർ നൽകിയിട്ടുണ്ട്, ബ്യൂട്ടിഫൈ നൽകിയിട്ടുണ്ട്, അങ്ങനെയുള്ള പല കാര്യങ്ങളും ചെയ്യുന്ന പല വീഡിയോകളും നമ്മൾ ചെയ്യാറുണ്ട്. അതൊന്നും ഈ വിഭാഗത്തിൽ പെടുകയില്ല. അതിന് നിങ്ങൾക്ക് നോ തന്നെ ധാരാളമായിട്ട് നൽകാം, യാതൊരു കുഴപ്പവുമില്ല. നേരെ മറിച്ച് നിങ്ങളൊരു വോയിസ് ഓവറാണ് നൽകുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു വ്യക്തിയുടെ വീഡിയോ നിങ്ങളെടുത്തുകൊണ്ട് അതിന് വോയിസ് ഓവർ നൽകുകയാണ്. എന്നാൽ ആ വോയിസ് അദ്ദേഹം പറഞ്ഞതല്ല, നിങ്ങൾ വോയിസ് ഓവർ നൽകിക്കൊണ്ട് അതല്ലെങ്കിൽ ഒരു ജനറേറ്റ് ആയിട്ടുള്ള വോയിസ് ഓവർ നൽകിയതാണ് എങ്കിൽ അതിനും ഈ പറയുന്ന യെസ് തന്നെ നൽകണം, നോ എന്നുള്ളത് നൽകാൻ പാടില്ല. അതുപോലെ തന്നെ ജനറേറ്റ് നിങ്ങൾ ചെയ്യുന്ന മറ്റു പല വീഡിയോകളും ഉണ്ടാവും, ആളുകൾക്ക് വിശ്വസിക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള ജനറേറ്റ് ആയിട്ടുള്ള വീഡിയോകൾ. അതിന് നിങ്ങൾ നോ നൽകിയാൽ കുഴപ്പമില്ല. കാരണം അത് കാണുന്ന ആളുകൾക്ക് തന്നെ മനസ്സിലാവും ഇതൊരിക്കലും സംഭവിക്കാൻ പോകുന്ന ഒന്നല്ല. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു കുതിര പറന്നു പോവുകയാണ്, അതൊന്നും സംഭവിക്കാൻ സാധ്യതയുള്ള ഒന്നല്ല. അത് ജനറേറ്റ് ആയിട്ടുള്ള വീഡിയോകൾ തന്നെയാവും. അതല്ലെങ്കിൽ ഒരു കോഴി ഫുട്ബോൾ കളിക്കുന്നു, അങ്ങനെയുള്ളതൊന്നും നടക്കാൻ സാധ്യതയായിട്ടുള്ള ഒന്നല്ല. അത് ജനറേറ്റഡ് ആണ് എന്നുള്ളത് പ്രത്യക്ഷത്തിൽ തന്നെ നമുക്ക് കണ്ടാൽ മനസ്സിലാവുകയും അതുമല്ലെങ്കിൽ ചിന്തിച്ചാൽ മനസ്സിലാവുകയും ചെയ്യുന്ന രീതിയിലുള്ള വീഡിയോകളാണെങ്കിൽ നിങ്ങൾക്കതിന് യെസ് നൽകേണ്ടതില്ല, നോ തന്നെ നൽകാം. എന്നാൽ നേരെ മറിച്ച് ഇപ്പോൾ പല വീഡിയോകളും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പക്ക റിയലിസ്റ്റിക് ആയിട്ട് നമുക്ക് തോന്നും, പക്ഷേ ജനറേറ്റഡ് ആയിരിക്കും. അങ്ങനെയുള്ള വീഡിയോകളാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ യെസ് തന്നെ നൽകണം. കാരണം അത് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള വീഡിയോ ആയിരിക്കും. അതുമല്ലെങ്കിൽ അങ്ങനെ നടക്കാൻ സാധ്യതയുള്ളതും എന്നാൽ ആക്ച്വലായിട്ട് നടക്കാത്തതുമായിട്ടുള്ള വീഡിയോയുടെ ഭാഗത്തായിരിക്കും ഉണ്ടാകും. അതുകൊണ്ട് നിർബന്ധമായും നിങ്ങൾ യെസ് തന്നെ നൽകണം. ഇനി ഇങ്ങനെയൊന്നും ചെയ്യാതെ നിങ്ങൾ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ ആ സമയം നിങ്ങൾ രക്ഷപ്പെട്ടെങ്കിലും പിന്നീട് നിങ്ങൾക്ക് പിടി വീഴും, നിങ്ങളുടെ ചാനൽ തന്നെ ടെർമിനേറ്റ് ആവാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ പറയുന്നതല്ല, യൂട്യൂബ് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ആ കാര്യം നിർബന്ധമായും ശ്രദ്ധിക്കുക. ഇത് നിങ്ങൾക്ക് ചാനൽ ടെർമിനേറ്റ് ആകുക മാത്രമല്ല, മോണിറ്റൈസേഷൻ ലഭിക്കുന്നതിനും വളരെ പ്രയാസം അനുഭവപ്പെടും. അതുകൊണ്ട് തന്നെ ഇനി നിങ്ങൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ കാറ്റഗറിയിൽ പെടുന്നതാണോ എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇനി ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടില്ല എങ്കിൽ യൂട്യൂബ് തന്നെ പറയുന്നത് നിങ്ങൾക്ക് അവിടെ സീമോർ നൽകിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ഏതൊക്കെ വിഭാഗത്തിൽപ്പെട്ടതാണ് നിങ്ങൾക്ക് നോ നൽകേണ്ടത്, ഏതൊക്കെ വിഭാഗത്തിൽപ്പെട്ടതാണ് യെസ് നൽകേണ്ടത് എന്നുള്ളത് അവിടെ എക്സാമ്പിൾ സഹിതം കാണിച്ചിട്ടുണ്ടാവും. നിങ്ങൾക്കതിനെ പരിശോധിക്കാം. ഞാനിവിടെ പറഞ്ഞതിൽ ഏതെങ്കിലും ഭാഗങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവാത്തതുണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. ഇനിയും ഇത്തരത്തിലുള്ള വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പുതിയൊരു വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. നന്ദി, നമസ്കാരം.